ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം ഈ വർഷം ഉണ്ടായേക്കില്ല. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കും. നവംബറിലെ മത്സരങ്ങൾ ആഫ്രിക്കയിലും ഖത്തറിലും. ഒക്ടോബർ അവസാനത്തോടെ കേരളത്തിൽ കളിക്കാനെത്തുമെന്നായിരുന്നു കായിക മന്ത്രിയുടെ പ്രഖ്യാപനം. അനിൽ വാസുദേവ് ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, അത് നീളുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം അർജന്റീന ടീമിന്റെ സന്ദർശനത്തിനെ കുറിച്ച് ഇതുവരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കായിക മന്ത്രിയുടെയും ഒപ്പം തന്നെ ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാരായ HSBC ഒക്കെ തന്നെ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കായിക പ്രേമികൾ. പ്രത്യേകിച്ച് ലിയോണൽ മെസ്സിയെ ഒന്ന് നേരിൽ കാണാനുള്ള അവസരമായിട്ടാണ് പലരും കണ്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അർജന്റീന ടീമിന്റെ ഇന്ത്യ സന്ദർശനം ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അർജന്റീനൻ ടീമുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ TYC സ്പോർട്സിന്റെ അർജന്റീനയിലെ TYC സ്പോർട്സിന്റെ ഗാസ്റ്റൻ എഡ്യൂൾ എന്നുള്ള ജേർണലിസ്റ്റ് ആണ് ഇപ്പോൾ ടീമിന്റെ ഒക്ടോബറിലെയും നവംബറിലെയും ഈ ഷെഡ്യൂളുകൾ സംബന്ധിച്ച് കൺഫേംഡ് വാർത്തകൾ പുറത്തുവിടുന്നത്. ഈ ടീം അംഗങ്ങളും മെസ്സി അടക്കമുള്ള താരങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഗാസ്റ്റൻ എഡ്യൂൾ. ഒപ്പം തന്നെ പല അർജന്റീന താരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാസ്റ്റൻ എഡ്യൂൾ കൊടുക്കുന്നത് പോലെ വാർത്തകൾ കൊടുക്കണം. അത്ര കണ്ട് അർജന്റീനൻ ടീമുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഗാസ്റ്റൻ എഡ്യൂൾ. അദ്ദേഹം പുറത്തുവിടുന്ന പ്രകാരം വാർത്ത ഒക്ടോബറിൽ ചൈനയിലായിരിക്കും 2 മത്സരങ്ങൾ. നവംബറിലെ മത്സരങ്ങൾ ഉണ്ടാവുക ആഫ്രിക്കയിലും ഒപ്പം തന്നെ ഖത്തറിലുമായിരിക്കും. അതായത് ഇന്ത്യയിൽ ഈ വർഷം അർജന്റീനൻ ടീം കളിക്കാൻ എത്തില്ല എന്ന് തന്നെയാണ് നേരത്തെ കായിക മന്ത്രി പറഞ്ഞിരുന്നത്. ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ വരുമെന്നാണ്. എന്തായാലും അർജന്റീന ടീമിന്റെ വരവ് നീളുന്നത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും അർജന്റീന ആരാധകർക്കും മെസ്സി ആരാധകർക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഗൂഗിൾ. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.